ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സഭയും സഭാവിശ്വാസവും ധാരാളം പ്രതിസന്ധികൾ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം എന്ന ചർച്ചാ വിഷയം തികച്ചും കാലോചിതമാണ്. വളയിട്ട കൈകൾക്ക് മാത്രമേ തോമസ് ശ്ലീഹായുടെ അടിയുറച്ച വിശ്വാസവും ശിഷ്യത്വവും മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്ന് ആഴമേറിയ ബോധ്യമുള്ള ഒരു വീട്ടമ്മയാണ് ഞാൻ. AD 30-33 കാലഘട്ടത്തിൽ ഗലീലയിൽ ദൈവപുത്രന്റെ കൂടെ സഞ്ചരിച്ച് അവന്റെ പ്രബോധനങ്ങളിൽ ആകൃഷ്ടനായി അവനിൽ ശരണം അർപ്പിച്ചവനാണ് ദിദിമോസ് എന്ന് വിളിപ്പേരുള്ള തോമസ്. എന്താണ് ദിദിമോസിന്റെ സവിശേഷതകൾ? ഒന്നാമതായി, അറിവില്ലായ്മ സ്വയം അംഗീകരിച്ച് ഗുരുവിനോട് ചോദിച്ച് സംശയ നിവാരണം നടത്താൻ മടിയില്ലാത്ത ധൈര്യശാലിയായ ശിഷ്യൻ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 5-ാം വാക്യത്തിൽ തോമസ് ശ്ലീഹ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു, അങ്ങ് എവിടേക്ക് പോകുന്നു എന്ന് ഞങ്ങൾക്കറിയില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ വഴിയറിയും? രണ്ടാമതായി, യേശുവിന്റെ കൂടെ യേശുവിന് വേണ്ടി എവിടെ പോകാനും എന്തും ചെയ്യാനും മരിക്കാൻ പോലും തയ്യാറായിരുന്ന ഒരു ധീരനായിരുന്നു തോമസ്. മൂന്നാമതായി, യേശുവിനെ തന്റെ കണ്ണുകൊണ്ട് കാണാതെ തന്റെ കൈകൊണ്ട് സ്പർശിക്കാതെ വിശ്വസിക്കാനാവില്ല എന്ന് ശാഠ്യം പിടിച്ച ഒരു ശിഷ്യൻ. ഇതൊരു അസഹിഷ്ണുതയല്ല, ഇതൊരു പൊരുത്തമില്ലായ്മയല്ല, ഇത് ആത്മാവിന്റെ ആഴത്തിൽ നിന്നുള്ള വിളിയാണ്. ഞാൻ ദൈവത്തെ അറിയണം, തീർച്ചയോടെ അറിയണം. പിന്നീട് യേശു വീണ്ടും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് തോമസിനെ നോക്കി പറയുന്നു, നിന്റെ വിരൽ കൊണ്ടുവരിക, എന്റെ പാർശ്വത്തിൽ വെക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇവിടെ നാം തിരിച്ചറിയേണ്ടത്, സംശയം വിശ്വാസത്തിന് വിരുദ്ധമല്ല, സംശയം വിശ്വാസത്തിലേക്കുള്ള ഇടനാഴിയാണ്. തോമസ് ക്രിസ്തുവിന്റെ 2 മുഖങ്ങളെയും കണ്ട മനുഷ്യരാണ്. ക്രൂശിതനായ യേശുവിനെ, പുനരുദ്ധിതനായ യേശുവിനെ. അപ്പോൾ പ്രത്യക്ഷമായത് ക്രൈസ്തവ ചരിത്രത്തിലെ ഏറ്റവും അത്യുജ്വലമായ വിശ്വാസ പ്രഖ്യാപനം, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഇത് വെറുമൊരു വാക്കല്ല, ഇതൊരു അനന്തരമായ ആത്മാർത്ഥതയുടെ വിളിയാണ്. അവനൊരു ഗുരുവിനെ കണ്ടില്ല, ദൈവത്തെ കണ്ടു. അവനൊരു ജീവിതത്തെ മാത്രം കണ്ടില്ല, പുനരുത്ഥാനത്തെ കണ്ടു. അവനൊരു മനുഷ്യനെ കർത്താവായും ദൈവമായും അനുഭവിച്ചു. പിന്നീട് യേശുവിന്റെ പ്രേക്ഷിത ദൗത്യത്തിന്റെ വക്താവായി തോമസ് ഭാരതത്തിൽ എത്തുകയും അനേകായിരങ്ങൾക്ക് വിശ്വാസം പകർന്നു നൽകുകയും ചെയ്തു. മൈലാപ്പൂരിൽ വെച്ച് ആ വിശ്വാസത്തിന് ജീവൻ ത്യജിച്ച് തന്റെ ദൗത്യത്തിന് അദ്ദേഹം കൂടുതൽ മഹത്വം ചാർത്തി. സുവിശേഷ പ്രഘോഷണം അദ്ദേഹം പ്രഖ്യാപിക്കുക മാത്രമല്ല, അത് ജീവിച്ചു കാണിച്ചു. വിശ്വാസം വെറും വാക്കുകളല്ല, വിശ്വാസം ഒരു ജീവിതം തന്നെയാണ്. തോമസ് ശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനത്തിന് ഈ കാലഘട്ടത്തിൽ എന്ത് പ്രസക്തി? ഇന്ന് നമ്മുടെ വിശ്വാസം നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്നു. സമൂഹം, ശാസ്ത്രം, രോഗങ്ങൾ, യുദ്ധങ്ങൾ, അന്ധവിശ്വാസം, കുടുംബ തർക്കങ്ങൾ, മാനസിക അസ്ഥിരത, നവമാധ്യമങ്ങൾ, ജീവിത സാഹചര്യങ്ങൾ എല്ലാം കൊണ്ടും പലപ്പോഴും നമ്മുടെ വിശ്വാസം ഒന്ന് ആഘോഷിക്കാനോ പ്രഘോഷിക്കാനോ നാം മടി കാണിക്കുന്നു. സമൂഹത്തിന് പിന്നാലെ നെട്ടോട്ടം ഓടുമ്പോൾ കുറച്ചു നേരം പ്രാർത്ഥിക്കാനോ ഞായറാഴ്ചകളിലെങ്കിലും പള്ളിയിൽ പോകാനോ വിശ്വാസം നമ്മുടെ കുടുംബങ്ങളിൽ പകർന്നു കൊടുക്കാനോ നമുക്കിന്ന് സാധിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസം ഒരു കുറച്ചിലായി തോന്നുന്നില്ലേ? നമ്മുടെ വിശ്വാസത്തിലുള്ള ആ ദൃഢത നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ? പക്ഷേ വിശുദ്ധ തോമസ് ശ്ലീഹ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മിൽ പലരും തികച്ചും മതപരമായ അറിവുള്ളവരായിരിക്കും. പുസ്തകങ്ങളിലൂടെയും അധ്യയനത്തിലൂടെയും ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുന്നു. പക്ഷേ വിശുദ്ധ തോമസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ദൈവം അറിവിനകത്ത് മാത്രമല്ല, അനുഭവത്തിൽ കൂടി അറിയപ്പെടണം. അദ്ദേഹം യേശുവിനെ കണ്ടു മാത്രം വിശ്വസിച്ചില്ല, സ്പർശിച്ചു, അനുഭവിച്ചു, ആത്മാർത്ഥമായി തിരിച്ചറിഞ്ഞു. ഇത് തന്നെയാണ് നാം ഇന്ന് ചെയ്യേണ്ടത്. ദൈവത്തെ അനുഭവിക്കുക, ജീവിതത്തിൽ ഉൾക്കൊള്ളുക, വിശ്വാസം ജീവിച്ചു കാണിക്കുക. അകലങ്ങളിലുള്ള കർത്താവിനെ തേടാതെ നമ്മുടെ ചുറ്റുമുള്ളവരിൽ ദൈവത്തെ കാണുവാൻ, അറിയുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ സ്നേഹം, സഹനക്ഷമത, കരുണ എന്നിവയെല്ലാം വഴി വിശ്വാസത്തിന് സാക്ഷികളായി തീരാൻ നമുക്ക് സാധിക്കണം. ജീവിതത്തിൽ തകർന്നു പോകുന്ന നിമിഷങ്ങളിലും നമ്മുടെ വിശ്വാസത്തിന്റെ തിരിക്കെടാതെ നമുക്ക് സൂക്ഷിക്കാം. ആ വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് യത്നിക്കാം. 1000 വാക്കുകൾ പറഞ്ഞാലും വിശുദ്ധ തോമസിന്റെ ആ ചെറിയ പ്രഖ്യാപനം തന്നെയാണ് വിശ്വാസത്തിന്റെ ഉജ്ജ്വല പ്രകാശം. എന്റെ കർത്താവേ, എന്റെ ദൈവമേ. ഈ വാക്കുകൾ നമ്മെ എന്നും ഓർമ്മിപ്പിക്കട്ടെ, വിശ്വാസം വെറും വിശേഷണമല്ല, അത് ജീവിതമാകണം. നന്ദി. ജയ് ക്രൈസ്റ്റ്.